തിയേറ്ററിൽ ഞാൻ ഈ കാണുന്ന രണ്ടാമത്തെ ഷോയാണ്. അപ്പോൾ സിനിമയുടെ ജോണർ തന്നെ ഈ കോമഡി ഡ്രാമയാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഷോ കണ്ടപ്പോഴും ആളുകൾ ചിരിച്ചെടുത്ത് രണ്ടാമത്തെ ഷോ കണ്ടപ്പോഴും ആളുകൾ ചിരിക്കുന്നുണ്ട്. പിന്നെ സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ ലാഫ്റ്റർ ഉണ്ട്. ആളുകൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് തന്നെയാണ് തോന്നുന്നത്. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ആളുകൾ കണ്ടിന്യൂസ്ലി ലാഫ്റ്റർ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ. അപ്പോൾ ഭയങ്കര ഹോപ്പ്ഫുള്ളാണ് സിനിമയുടെ കാര്യം. ഈ പടം കഴിഞ്ഞിറങ്ങിയ മിക്കവരും പറയുന്നത് സംഗീതമാണ് പൊളിച്ചത്, വിനീതനാണ് പൊളിച്ചത്, ചിരിപ്പിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ക്യാരക്ടർ എൻ്റെ ക്യാരക്ടറിന് ആ ഒരു സ്പേസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പം ഞാൻ എന്ന് പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് ആ കഥാപാത്രം അങ്ങനെയാണ് എഴുതിയിരുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് ഭയങ്കര ഹാപ്പിനെസ് ഉണ്ട്. അതായത് അപ്പോൾ ആ ക്യാരക്ടർ വർക്കായി അത് സിനിമേനെ കോൺട്രിബ്യൂട്ട് ചെയ്തു. അതിൻ്റെ സന്തോഷമുണ്ട്. ഇപ്പോൾ കഥാപാത്രത്തിനല്ല പ്രാധാന്യം, ഈ പറയുന്ന പോലെ സിനിമക്കാണ് പ്രാധാന്യം. സിനിമ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് സന്തോഷം. ഇനിയുള്ള പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? പ്രേക്ഷകരോട് എത്രയും പെട്ടെന്ന് ഒരു പടം കാണാൻ. കാര്യം എന്താണെന്നറിയോ, ഒരുപാട് വലിയ സിനിമകൾ വരുന്നുണ്ട്, ഒരുപാട് വലിയ സിനിമകൾ തിയേറ്ററിലുണ്ട്. അപ്പോൾ നമ്മളുടെ കമ്പാരിറ്റീവ്ലി ഒരു കൊച്ചു സിനിമയാണ്. അപ്പോൾ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ പോയിട്ട് പടം കാണുക. പടം ഒരു തരത്തിലും നിങ്ങൾ നിരാശപ്പെടുത്തില്ല. നിങ്ങൾക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇറങ്ങിപ്പോകും. പടം തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണുക. പടം ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. പിന്നെ പറയാതെ പറയുന്ന കുറേ കാര്യങ്ങൾ ഫിലിമിലുണ്ട്. ഇപ്പോൾ കുറേയൊക്കെ എൻ്റെ ലൈഫിൽ പേഴ്സണലി കണക്ട് ചെയ്യാൻ പറ്റി. അതായത് എന്താ പറയുക, നമുക്ക് ഇപ്പോൾ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും നമ്മുടെ ഇഷ്ടത്തിന് വേണം നമ്മുടെ ജീവിതത്തിന് നമ്മൾ വാർത്തെടുക്കുക, നമ്മുടെ ഇഷ്ടത്തിന് വേണം നമ്മുടെ ജീവിതം ജീവിച്ചു തീർക്കുക. അപ്പോൾ ആ ലാസ്റ്റ് സീനിൽ ഞാൻ ദിവയോട് പറയുന്നൊരു സീനാണത്. അപ്പോൾ അതൊക്കെ കുറേ കൂടി ആളുകൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും.